നമസ്കാരം. ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സായുധ സേനാംഗങ്ങളുടെ കുറവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ പ്രതിരോധ മന്ത്രാലയം വിസമ്മതിച്ചു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 5-ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് രാജ്യസഭയെ അഭിസംബോധന ചെയ്ത് രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആവശ്യപ്പെട്ട വിവരങ്ങൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ പ്രവർത്തന വിഷയമാണ്. അത്തരം വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് ദേശീയ താൽപര്യത്തിന് നിരക്കുന്നതല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞുവച്ചത്. സായുധ സേനയിലെ ഉദ്യോഗസ്ഥർ, സൈനികർ, മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ കുറവുകൾ സർക്കാരിന് അറിയാമോ എന്നും എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും പാർലമെന്റ് അംഗം അനിൽകുമാർ യാദവ് മന്ദാടി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ പ്രതികരണം. പരമ്പരാഗതമായി പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ കുറവുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. 2023 മാർച്ച് 10 വരെ ആർമിയിൽ 870 ഓഫീസർ ഒഴിവുകളും ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരിലും മറ്റ് റാങ്കുകളിലും 1,27,673 ഒഴിവുകൾ ഉണ്ടായിരുന്നു. കൂടാതെ 2023 ജനുവരി 1-നും 2023 മാർച്ച് 10-നും ഇടയിൽ 613 ഓഫീസർ തസ്തികകളും 19,065 JCO OR തസ്തികകളും നികത്തിയതായിട്ടും പരാമർശിച്ചു. 2022 ജൂൺ 14-ന് അഗ്നിപത് സ്കീം അവതരിപ്പിച്ചതിനു ശേഷമാണ് സമീപകാല നയംമാറ്റം വരുന്നത്. മുമ്പത്തെ പ്രക്രിയയ്ക്ക് പകരമായി ഈ പുതിയ റിക്രൂട്ട്മെന്റ് സംരംഭം 2026 വരെ പരമാവധി 1.75 ലക്ഷം ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് 4 വർഷത്തേക്ക് സൈനികരെ ഉൾപ്പെടുത്തുന്നു. അവരുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ കൂടുതൽ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിലൂടെ 25% അഗ്നിവീർമാർക്ക് റെഗുലർ കേഡറിൽ ചേരാം. അതേസമയം ഉദ്യോഗസ്ഥരുടെ കുറവ് വെളിപ്പെടുത്താൻ വിസമ്മതിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാഗ് ചെയ്യുകയും സർക്കാർ തീരുമാനത്തെ വിമർശിക്കുകയും സുപ്രധാന വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നുമാണ് ആരോപിച്ചത്. സർക്കാർ മുമ്പ് ഇത്തരം വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതായി ചൂണ്ടിക്കാട്ടിയ ഖാർഗെ എന്തുകൊണ്ടാണ് ഈ രീതി പെട്ടെന്ന് മാറിയത് എന്നും ചോദിക്കുന്നുണ്ട്. 2023 മാർച്ചിൽ നൽകിയ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സായുധ സേനയിൽ 1.55 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഴിവുകളുടെ എണ്ണത്തിൽ സുതാര്യത യഥാർത്ഥ ദേശീയ താൽപര്യത്തിലാണ് എന്നും ഖാർഗെ ഊന്നി പറഞ്ഞു. കാരണം ഈ വിടവുകൾ പരിഹരിക്കുന്നതിനും രാജ്യത്തിന്റെ പ്രാദേശിക അഖണ്ഡത സംരക്ഷിക്കുന്നതിനും സമഗ്രമായ നടപടികൾ കൈക്കൊള്ളാൻ ഇത് പ്രാപ്തമാക്കും. നമുക്കറിയാം, ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കര അധിഷ്ഠിത ശാഖയാണ് ഇന്ത്യൻ സൈന്യം. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രാഥമിക ദൗത്യം. ഇത് ദേശീയ സുരക്ഷ ഉറപ്പാക്കുകയും അതിർത്തിക്കുള്ളിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും മാനുഷിക ദൗത്യങ്ങളും ഇന്ത്യൻ സൈന്യം നടത്തുന്നുണ്ട്. ഇന്ത്യൻ ആർമിയുടെ പരമോന്നത കമാൻഡറാണ് ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ സൈന്യത്തിന്റെ മുദ്രാവാക്യം നോക്കുകയാണെങ്കിൽ സർവീസ് ബിഫോർ സെൽഫ് എന്നതാണ്. 1949 ജനറൽ ഫ്രാൻസിസ് റോയ് ബുച്ചറിൽ നിന്ന് ഫീൽഡ് മാർഷൽ കോഡന്തേര M കരിയപ്പ ഇന്ത്യൻ കരസേനയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനം ഏറ്റെടുത്തതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 15-ന് സൈനിക ദിനമായും ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സൈന്യം കരുത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ്. മികച്ചതായി തന്നെ ഇന്ത്യൻ സൈന്യം തുടരുകയും ചെയ്യും.